ഇൻട്രൊഡക്ഷൻ. അപ്പൊ നമ്മൾ എവിടെ വരെയായിരുന്നു എത്തിയത്? ഓക്കെ, അപ്പൊ സിമിലിയസ് എന്ന് പറഞ്ഞ പുതിയ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു. അതായത് സിങ്കോണ ബാർക്ക് എക്സ്പെരിമെന്റ് വഴി അത് ഞാൻ പറയാൻ വിട്ടു. അദ്ദേഹം കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ചാല്, അതായത് നമ്മള് സിങ്കോണ അദ്ദേഹം കഴിച്ചു നോക്കി. അതായത് അദ്ദേഹം ഹെൽത്തി ആയിട്ടുള്ള ആളായിരുന്നു, വേറെ അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആളായിരുന്നു. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരില് സിങ്കോണ ബാർക്ക് കഴിക്കുമ്പോൾ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇന്റർമീഡിയറ്റ് ഫീവറിന്റെ സിംറ്റംസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ സിങ്കോണ കഴിക്കുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ ഇന്റർമീഡിയറ്റ് ഫീവറിന്റെ സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്റർമീഡിയറ്റ് ഫീവർ എന്ന അസുഖം വരുമ്പോൾ സിങ്കോണ കൊടുക്കുന്നതും ആ അസുഖം മാറുന്നതും. അതായത് അങ്ങനെയാണ് അദ്ദേഹം സിമിലിയ സിമിലിബസ് ക്യൂറൻഡർ എന്ന് പറഞ്ഞത്. ക്യൂറാൻഡർ അല്ല, ക്യൂറാൻഡർ എന്ന് പറഞ്ഞാൽ നേച്ചേഴ്സ് ലോ ആണ്. സിമിലിയ സിമിലിബസ് ക്യൂറൻഡർ എന്ന് പറഞ്ഞ ഹോമിയോപ്പതിക് ലോ ഫോം ചെയ്തത്. ഹോമിയോപ്പതി ഡ്രഗ് പ്രൂവിനെ കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ പിന്നീട് പഠിക്കാം. അപ്പൊ വിശദമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ ഡെത്ത് പറഞ്ഞു അല്ലെ? ഡെത്ത് പറഞ്ഞായിരുന്നു, മോണുമെന്റിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, ഞാൻ വീണ്ടും റിവൈസ് ചെയ്യായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ പോയത്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ബർത്ത് പ്ലേസ്, ബർത്ത് ഡേറ്റ്, ഡെത്ത് ഡേറ്റ്, പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് സ്കൂള് മെയ്സണിലുള്ള ടൗൺ ലാറ്റിൻ സ്കൂള് ഫസ്റ്റ് സ്കൂളിംഗ്. അത് കഴിഞ്ഞ് അവിടുത്തെ അധ്യാപകന്റെ പേര് മജിസ്റ്റർ മുള്ളർ. പിന്നെ അത് കഴിഞ്ഞ് പ്രിൻസസ് സ്കൂള്. പ്രിൻസസ് സ്കൂളിൽ 1775 അദ്ദേഹം സബ്മിറ്റ് ചെയ്ത ഡിസർട്ടേഷൻ ലാറ്റിൻ ലാംഗ്വേജിലായിരുന്നു, ദ വണ്ടർഫുൾ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഹ്യൂമൻ ഹാൻഡ്. അത് കഴിഞ്ഞ് മെഡിസിൻ പഠിക്കാനായിട്ട് പോയത് ലിപ്സിഗ് യൂണിവേഴ്സിറ്റിയിലേക്കായിരുന്നു വിത്ത് 20 താലേഴ്സ് അറ്റ് ദ ഏജ് ഓഫ് 20 ഇയേഴ്സ്. അപ്പൊ 20 താലേഴ്സും കൊണ്ട് 28 ഏജിൽ ലിപ്സിഗ് യൂണിവേഴ്സിറ്റിക്ക് മെഡിസിൻ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എർലങ്കൻക്ക് MD ഡിഗ്രി വേണ്ടി പോയത് എർലങ്കൻക്കായിരുന്നു. അവിടെ വെച്ചിട്ട് വീണ്ടും ഒരു ഡിസർട്ടേഷൻ സബ്മിറ്റ് ചെയ്തു, അത് ലാറ്റിനിലായിരുന്നു. അങ്ങനെ MD എക്സാം പാസ്സായി 1779 ഓഗസ്റ്റ് 10. അതിനുശേഷം ആദ്യമായിട്ട് മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയത് 1779 ഹെഡ്സ്റ്റഡിലായിരുന്നു. അതിനുശേഷം ഡെസോലോട്ട് പോയി. അവിടെ വെച്ചിട്ട് ഹെയ്സ്ലേഴ്സ് ഫാർമസിയുടെ ഓണറായിട്ട് കോണ്ടാക്റ്റിൽ വന്ന അദ്ദേഹത്തിന്റെ സ്റ്റെപ്പ് ഡോട്ടർ ആയിരുന്ന ജൊഹന്ന ലിയോപോൾഡി ഹെൻറിയറ്റെ കുച്ച്ലറെയാണ് മാരി ചെയ്യുന്നത്. പിന്നെ ഓർത്തിരിക്കേണ്ട കാര്യം 1790 ഡിസ്കവറി ഓഫ് ഹോമിയോപ്പതി. അതായത് ഡിസ്കവറി ഹോമിയോപ്പതിക്ക് കാരണം ഹനുമാൻ ആ സമയത്ത് ട്രാൻസ്ലേഷൻസ് ചെയ്യായിരുന്നു. അപ്പോൾ ഡോക്ടർ വില്യം കള്ളൻസിന്റെ എ ട്രീറ്റീസ് ഓഫ് മെറ്റീരിയ മെഡിക്ക എന്ന് പറഞ്ഞ ബുക്ക് ആണ് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തത്. അത് ഇംഗ്ലീഷിൽ നിന്നും ജർമ്മനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. അപ്പോൾ കള്ളൻസിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ഇന്റർമിറ്റന്റ് ഫീവറിന്റെ ഇതിന് കാരണം സിങ്കോണ ബാർക്കിന്റെ ടോണിക് ഇഫക്റ്റ് ഓൺ സ്റ്റൊമക്ക് ആയിരുന്നു. ആ മെഡിസിൻ എഫക്ട് കാരണമാണ് ഇന്റർമിറ്റന്റ് ഫീവർ ക്യൂർ ആയെന്നുള്ളത്. അപ്പൊ അതിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹനുമാൻ സ്വന്തമായിട്ട് എക്സ്പെരിമെന്റ് നടത്തി. അപ്പൊ എക്സ്പെരിമെന്റ് നടത്തിയത് എങ്ങനെയാണെന്നുള്ളത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 4 grams ഓഫ് ഫ്രഷ് സിങ്കോണ ജ്യൂസ് ട്വൈസ് ഡെയിലി. അങ്ങനെ എക്സ്പെരിമെന്റ് നടത്തിയതിനു ശേഷം അദ്ദേഹം ഇങ്ങനെ ലോ ഓഫ് സിമിലേഴ്സ് കണ്ടുപിടിച്ചു. 1796 അതിനെ ബേസ് ചെയ്തിട്ട് ഹനുമാൻ ഒരു ബുക്ക് ഹോമിയോപ്പതിയിൽ ആദ്യമായിട്ട് ഒരു റൈറ്റിംഗ് പബ്ലിഷ് ചെയ്തു, Essay on a New Principle for Ascertaining the Curative Powers of Drugs and Some Examinations on the Previous Principle. അങ്ങനെയാണ് അദ്ദേഹം ആദ്യമായിട്ട് ഹോമിയോപ്പതി എന്ന് പറഞ്ഞ വേർഡ് ആദ്യമായിട്ട് കോയിൻ ചെയ്തത്. ഓക്കെ, പിന്നെ ഡെത്ത് 1843 ജൂലൈ 2 ബ്രോങ്കൈറ്റിസ് വന്നിട്ടാണ് അദ്ദേഹത്തിന് 88ാമത്തെ വയസ്സിൽ മരിക്കുന്നത്. പാരീസിൽ വെച്ചിട്ടാണ് ഡെത്ത്. അപ്പൊ അദ്ദേഹത്തെ 9 ഡേയ്സിന് ശേഷം ജൂലൈ 11 അടക്കം ചെയ്തത് മോണ്ട് മാട്രേ സെമിട്രിയിൽ പാരീസിൽ തന്നെയായിരുന്നു. അതിനുശേഷം 55 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഗ്രേവ് എക്സ്യൂം ചെയ്തു. അദ്ദേഹത്തെ വീണ്ടും ബറി ചെയ്തു പെരെ ലാച്ചേസ് സെമിട്രി അറ്റ് പാരീസ് ഇൻ 1898. ഓക്കെ, പിന്നീട് 1900 അതേ സ്ഥലത്ത് തന്നെ ഒരു മോണുമെന്റ് വന്നു. അപ്പൊ മോണുമെന്റ് പാരീസിലായിരുന്നു, അത് ഓർത്തിരിക്കുക. പിന്നെ മോണുമെന്റിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഹനുമാന്റെ ഒരു ബേസ്റ്റ് ഉണ്ടായിരുന്നു, അതിലൊരു ഇൻസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു, ഹാനുമാൻ ഫൗണ്ടേറ്റർ ഓഫ് ദി ഹോമിയോപ്പതി. പിന്നെ അതിന് താഴെ അദ്ദേഹത്തിന്റെ ബർത്ത് ഡേറ്റും ഡെത്ത് ഡേറ്റ് ഉണ്ടായിരുന്നു, ഡേറ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം അതിന്റെ ഇടതും വലതുമായിട്ട് 2 ടാബ്ലറ്റ്സ്. ലെഫ്റ്റ് സൈഡില് ഹോമിയോപ്പതിയുടെ ബേസിക് റൈറ്റിംഗ്സ് ആയിട്ടുള്ള ഓർഗനോൺ, മെറ്റീരിയ മെഡിക്ക പ്യൂറ ആൻഡ് ക്രോണിക് ഡിസീസ്. റൈറ്റ് സൈഡിൽ ലോ ഓഫ് സിമിലേഴ്സ്. അതിന് താഴെ പിന്നീട് രണ്ടാമതൊരു ഇൻസ്ക്രിപ്ഷൻ ആഡ് ചെയ്തു. അത് മേ ബി ഏതാന്ന് ചോദിച്ചേക്കാം. രണ്ടാമത് ആഡ് ചെയ്ത
ഡിസ്ക്രിപ്ഷൻ നോൺ ഇനുറ്റിലിസ് വിക്സി എന്നായിരുന്നു അതിന്റെ മീനിങ്. ഐ ഹാവ് നോട്ട് ലിവ്ഡ് ഇൻ വെയിൻ. പിന്നെ നമ്മുടെ മാസ്റ്റർ 99 ഡ്രഗ്സ് ആണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഡിസ്കവറി ഹോമിയോപ്പതി കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന് ശേഷം ചോദിക്കാം, അല്ലെങ്കിൽ ഇപ്പൊ വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ അടുത്തത് കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമിയോപ്പതി ആണ്. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് കടന്നോട്ടെ. ഹനുമാന്റെ ലൈഫ് ഹിസ്റ്ററിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ അടുത്ത ടോപ്പിക് ഹോമിയോപ്പതിയുടെ കാർഡിനൽ പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പൊ ഇത്രയും പോർഷൻസ് മതിയാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ. സജഷൻസ് ഇപ്പൊ പറഞ്ഞില്ലെങ്കിലും പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാറിനോട് പറഞ്ഞാൽ മതി, ഗ്രൂപ്പിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇനി കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഹോമിയോപ്പതി. അപ്പൊ ഹോമിയോപ്പതിയുടെ കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കുക. മേ ബി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇതില് ഹോമിയോപ്പതിയുടെ കാർഡിനൽ പ്രിൻസിപ്പിൾസ് അല്ലാത്തത് ഏത്? അപ്പൊ കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഒന്ന് ഓർത്ത് വെക്കുക. 7 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ആണ് ഹോമിയോപ്പതിയിലുള്ളത്. ഓക്കെ, അപ്പൊ ടോട്ടൽ 7 പ്രിൻസിപ്പിൾസ് ആണ് ഹോമിയോപ്പതിയുടെ കാർഡിനൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ്? ലോ ഓഫ് സിമിലിയ, ലോ ഓഫ് സിംപ്ലക്സ്, ലോ ഓഫ് മിനിമം ഡോസ്, doctrine of drug dynamization, doctrine of drug proving, theory of vital force and theory of chronic diseases. അപ്പോൾ ഹോമിയോപ്പതിയുടെ കാർഡിനൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് 3 ലോ ഉണ്ട്, 2 ഡോക്ട്രിൻ ഉണ്ട്, 2 തിയറി ഉണ്ട്. ഓക്കെ, അപ്പൊ മൊത്തം 7 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. 3 ലോ, 2 ഡോക്ട്രിൻ, 2 തിയറി. 3 ലോസ് ഏതൊക്കെയാ? ലോ ഓഫ് സിമിലിയ, ലോ ഓഫ് സിംപ്ലക്സ് ആൻഡ് ലോ ഓഫ് മിനിമം ഡോസ്. ഓക്കെ, ലോ ഓഫ് സിമിലിയ, ലോ ഓഫ് സിംപ്ലക്സ് ആൻഡ് ലോ ഓഫ് മിനിമം ഡോസ്. 2 ഡോക്ട്രിൻസ്, ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് ഡൈനമൈസേഷൻ ആൻഡ് ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് പ്രൂവിംഗ്. അപ്പോൾ 2 ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഡോക്ട്രിൻസ് ആണ്, ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് ഡൈനമൈസേഷൻ ആൻഡ് ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് പ്രൂവിംഗ്. ഓക്കെ, ഈ 2 തിയറിയാണ്, തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സ് ആൻഡ് തിയറി ഓഫ് ക്രോണിക് ഡിസീസസ്. അപ്പൊ ഈ 7 കാർഡിനൽ പ്രിൻസിപ്പിൾസിന്റെ പേര് തീർച്ചയായിട്ടും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ജസ്റ്റ് ഇത് എന്തൊക്കെയാണെന്ന് മാത്രം ഒന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ലോ ഓഫ് സിമിലിയ. നമ്മൾ ഹാനിമാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെരിമെന്റ് ചെയ്ത് കണ്ടുപിടിച്ച ഹോമിയോപ്പതിയുടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തന്നെ സിമിലിയ സിമിലിബസ് ക്യുറൻറ്റർ അല്ലെങ്കിൽ ലോ ഓഫ് സിമിലിയ. ലോ സിമിലിയയുടെ മറ്റൊരു പേരാണ് സിമിലിയ സിമിലിബസ് ക്യുറൻറ്റർ. ഈ ക്യുറാൻഡറും ക്യുറൻറ്ററും ഉണ്ട്. ഇത് CURENTUR ക്യുറൻറ്റർ ആണ് ഹോമിയോപ്പതിക് ലോ. ഓക്കെ, സിമിലിയ സിമിലിബസ് ക്യുറാൻഡർ എന്ന് പറയുന്നത് നേച്ചേഴ്സ് ലോ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സിമിലിയ സിമിലിബസ് ക്യുറാൻഡർ എന്ന് പറയുന്നത് നേച്ചേഴ്സ് ലോവും ഹോമിയോപ്പതിക് ലോ എന്ന് പറയുന്നത് സിമിലിയ സിമിലിബസ് ക്യുറൻറ്ററും ആണ്. അത് തെറ്റിക്കരുത്. ഓക്കെ, അപ്പൊ ഇത് ലാറ്റിൻ വേർഡാണ് സിമിലിയ സിമിലിബസ് ക്യുറൻറ്റർ എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ലെറ്റ് ലൈക്ക് ബി ട്രീറ്റഡ് ബൈ ലൈക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു അസുഖമായിട്ട് നമ്മുടെ ഒരു പേഷ്യന്റ് നമ്മളെ മുന്നിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ ആ പേഷ്യൻസിന് എന്ത് ചെയ്യും? ഹോമിയോപ്പതിക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യും അല്ലേ? അപ്പൊ നമ്മൾ അസുഖമായിട്ട് വരുന്ന പേഷ്യൻസിന്റെ സിംറ്റംസ് എന്താണോ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു മരുന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹോമിയോപ്പതിക് മെറ്റീരിയൽ മെഡിക്കലിന് പേഷ്യന്റിന് വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് പേഷ്യന്റിന്റെ വരുന്ന സിംറ്റംസിന്, അതായത് അസുഖത്തിന്റെ സിംറ്റംസിന് സിമിലർ ആയിട്ടുള്ള മെഡിസിൻ വേണം നമ്മൾ ഹോമിയോപ്പതിക് മെറ്റീരിയൽ മെഡിക്കലിന് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ. അതാണ് പറയുന്നത് ലോ ഓഫ് സിമിലിയ ഓർ സിമിലിയ സിമിലിബസ് ക്യുറൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ സിമിലാരിറ്റിന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ അലോപ്പതിയിൽ പറയുന്ന പോലെ പെയിന്, വേദന, അങ്ങനത്തെ ജസ്റ്റ് കാര്യങ്ങൾ മാത്രമല്ല. നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. നമ്മൾ ഹോമിയോപ്പതിയിൽ ഒരാളുടെ അസുഖമായിട്ട് വരുന്ന ഒരു രോഗിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രമല്ല. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ചുമയായിട്ട് ഒരു പേഷ്യന്റ് വരുവാണ്. അപ്പൊ ചുമ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചോദിക്കും? ചുമ എങ്ങനെ ഉണ്ടായി? ചുമ ഉണ്ടാവാൻ കാരണം എന്താണ്? എന്തെങ്കിലും തണുത്ത വെള്ളം കുടിച്ചിട്ടാണോ, അല്ലെങ്കിൽ മഴ നനഞ്ഞിട്ടാണോ? പിന്നെ ചുമ എപ്പോൾ കൂടുന്നു? ഇരിക്കുമ്പോഴാണോ, കിടക്കുമ്പോഴാണോ, സംസാരിക്കുമ്പോഴാണോ? പിന്നെ അത് മാത്രമല്ല പേഷ്യന്റിന്റെ വേറെ ബുദ്ധിമുട്ടുകൾ, പിന്നെ പേഷ്യന്റിന്റെ സ്വഭാവ സവിശേഷതകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പേഷ്യന്റ് വരുമ്പോൾ അയാളുടെ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതെല്ലാം കൂടി നോക്കിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഒത്തു നോക്കിയിട്ട് നമുക്ക് അതിനെ ഏറ്റവും
അനുയോജ്യമായിട്ടുള്ള മരുന്ന് ഹോമിയോപ്പതി മെറ്റീരിയൽ മെഡിക്കുന്ന ഏതാണോ അത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ പേഷ്യന്റിന് മരുന്ന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ലോ സിമിലിയ അല്ലെങ്കിൽ സിമിലിയ സിമിലിബസ് ക്യുറന്റർ എന്ന് പറഞ്ഞാൽ ലെറ്റ് ലൈക്ക് ബി ട്രീറ്റഡ് ബൈ ലൈക്സ്. ഓക്കെ, ഇനി അടുത്തത് രണ്ടാമത്തെ ലോ ആണ്. അപ്പൊ 3 ലോ ഉണ്ടെന്ന് പറഞ്ഞാൽ ലോ സിമിലിയ, അടുത്തത് ലോ സിംപ്ലക്സ്. ലോ സിംപ്ലക്സ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള, അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എന്താ, സിംഗിൾ മെഡിസിൻ കൊടുക്കുക, ഒരൊറ്റ മെഡിസിൻ കൊടുക്കുക, അത് ഓർത്താൽ മതി. അപ്പൊ ലോ സിംപ്ലക്സ് അല്ലെങ്കിൽ സിംഗിൾ റെമഡി. ഓക്കെ, അപ്പോൾ ഹാനിമാൻ പറയുന്നത് നമ്മൾ ഡ്രഗ് പ്രൂവിംഗ് ഒക്കെ നിങ്ങൾ പിന്നീട് പഠിക്കും. നമ്മൾ അലോപ്പതി മെഡിസിൻസ് ഒക്കെ നമ്മൾ ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ടാണ് പുറത്തു വിടുക എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ മെഡിസിൻസ് പ്രൂവ് ചെയ്യുന്നത് ഹെൽത്തി ആയിട്ടുള്ള, അല്ലാതെ മറ്റു അസുഖങ്ങളോ ഇതൊന്നും ഇല്ലാത്ത ഹെൽത്തി ഹ്യൂമൻ ബീയിങ്സിൽ, അതായത് ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യന്മാരിലാണ് നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ ഹാനിമാൻ എക്സ്പെരിമെന്റ് നടത്തിയതുപോലെ നമ്മൾ ടെസ്റ്റുകൾ ഇതൊക്കെ നടത്തിയതിന് ശേഷം ആള് ഹെൽത്തി ആണെന്ന് ഉറപ്പ്, അതിന് വോളണ്ടറി ആയിട്ട് വില്ലിങ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരിൽ നമ്മൾ എന്ത് ചെയ്യും, വളരെ ചെറിയൊരു ഡോസിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ മരുന്ന് കൊടുക്കും. നമ്മൾ നേരത്തെ ഹാനിമാൻ എക്സ്പെരിമെന്റ് ചെയ്ത പോലെ ഒരു അതിന് ഡോസേജ് ഇതൊക്കെ ഉണ്ട്, ആ ഒരു ഡോസിൽ നമ്മൾ കൊടുക്കും. അപ്പൊ കൊടുത്തതിന് ശേഷം അയാൾക്ക് എന്തൊക്കെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ സിംറ്റംസ് അനുഭവപ്പെടുന്നുള്ളത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതാണ് നമ്മൾ ആ മെഡിസിൻസിന്റെ, ആ പ്രൂവ് ചെയ്യുന്ന ഡ്രഗിന്റെ സിംറ്റംസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പൊ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു കൂട്ടം മെഡിസിൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ നമ്മളെ രോഗി ഒരു അസുഖമായിട്ട് നമ്മുടെ മുന്നിലോട്ട് വരുമ്പോൾ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച മെഡിസിൻസ് നിന്നാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മെഡിസിൻ ഏതാണോ അതെടുത്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ മെഡിസിൻസ് എപ്പോഴും പ്രൂവ് ചെയ്യുന്നത് അറ്റ് എ ടൈം ഒരു മെഡിസിൻ ആയിരിക്കും. അതായത് നേരത്തെ ഹാനിമാൻ പ്രൂവ് ചെയ്തല്ലോ, ഒരു ടൈം എന്താണ് ഒരു മെഡിസിനെ കഴിക്കുള്ളൂ. അപ്പൊ അവർക്ക് ആ മെഡിസിൻ കൊണ്ട് എന്ത് സിംറ്റംസ് ഉണ്ടാവുന്നതെന്ന് മനസ്സിലാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒന്നിലധികം മെഡിസിൻ എടുക്കാതിരിക്കുക. അപ്പൊ ഹാനിമാൻ സിങ്കോണയുടെ കൂടെ തന്നെ സിങ്കോണ കൂടാണ്ട് വേറൊരു 2-3 മെഡിസിനും കൂടി കൂടെ എടുത്തിരുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഹാനിമാന് സിംറ്റംസ് ഉണ്ടായി. ഓക്കെ, അപ്പൊ അത് സിങ്കോണ കാരണം ഉണ്ടായതാണോ അതോ മറ്റേ മെഡിസിൻ കാരണം ഉണ്ടായതാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മെഡിസിൻസ് എപ്പോഴും അറ്റ് എ ടൈം ഒരു മെഡിസിൻ കൊടുത്തിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആയിട്ട് ഒരാൾ വരുമ്പോഴും എന്ത് ചെയ്യണം, ഒരു മെഡിസിൻ തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹാനിമാൻ ഹാസ് സ്റ്റേറ്റഡ് ദാറ്റ് ഓൺലി വൺ സിംഗിൾ സിമ്പിൾ മെഡിസിനൽ സബ്സ്റ്റൻസസ് ടു ബി അഡ്മിനിസ്ട്രേഡ് അറ്റ് എ ടൈം. കാരണം എന്തുകൊണ്ടാ, സിൻസ് മെഡിസിൻ വാസ് പ്രൂവ്ഡ് സിംപ്ലി സോ ദ എഫക്ട് ഓഫ് മോർ ദാൻ വൺ റെമഡി ഈസ് ടോട്ടലി അൺനോൺ. അപ്പൊ നമ്മൾ ഒരു മെഡിസിൻ ഒറ്റ ടൈം നമ്മൾ ഒരു മെഡിസിൻ ആയിട്ടാണ് പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അറ്റ് എ ടൈം നമുക്ക് ഒരു മെഡിസിന്റെ എഫക്റ്റേ അറിയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റ് എ ടൈം ഒരു മെഡിസിനെ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒന്നിലധികം റെമഡി കൊടുത്താൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. നമ്മൾ ചുമക്ക് തന്നെയുള്ള എന്താ പറയാ, ബ്രയോണിയ കൊടുത്ത്, ആൽസാൽബ് കൊടുത്തു, റസ്റ്റോക്സ് കൊടുത്തു, ചുമക്ക് 3 മെഡിസിൻ കൊടുത്തു, ആളുടെ ചുമ മാറി. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും ഇതിൽ ഏത് കൊടുത്തിട്ടാണ് മാറിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഹാനിമാൻ എപ്പോഴും പറയേണ്ടത് എന്താണ്, സിംഗിൾ മെഡിസിൻ അറ്റ് എ ടൈം. അതാണ് ലോ ഓഫ് സിംപ്ലക്സ്. ഓക്കെ, അടുത്തത് ലോ ഓഫ് മിനിമം ഡോസ്. നമ്മൾ ഹോമിയോപ്പതിയിൽ എപ്പോഴും പറയും എന്താ പറയാ, സൈഡ് ഇഫക്ട്സ് ഇല്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ സൈഡ് ഇഫക്ട്സ് ഏറ്റവും മിനിമം ആണ്. കാരണം എന്തുകൊണ്ടാണ്, നമ്മൾ മിനിമം ഡോസിലാണ് മെഡിസിൻ കൊടുക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ഡോസിൽ കൊടുക്കുന്ന അനാവശ്യമായിട്ടുള്ള അഗ്രവേഷൻസ്, മെഡിസിൻ കൊടുത്തതിന് ശേഷമുള്ള സൈഡ് ഇഫക്ട്സ് ഇല്ലാതിരിക്കാനും, അതുപോലെ തന്നെ ചെറിയ ഡോസിൽ കൊടുക്കുമ്പോൾ എന്തുണ്ടാവും, ഓർഗൻ ഡാമേജ് ഉണ്ടാവില്ല. അല്ലെ, നമ്മൾ ഹോമിയോപ്പതി അലോപ്പതി മെഡിസിൻ ഒക്കെ ഹൈ ഡോസിലൊക്കെ കൊടുക്കുമ്പോൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ലിവറിന് ഡാമേജ് ഉണ്ടാവും, കിഡ്നി ഡാമേജ് ഉണ്ടാവും. ഹോമിയോപ്പതിക് മെഡിസിൻ ആണെങ്കിലും ഹൈ ഡോസിലും ഒരുപാട് കാലമൊക്കെ കൊടുത്താലും അങ്ങനത്തെ ഡാമേജസ് ഒക്കെ ഉണ്ടായേക്കാം. പക്ഷെ അത് ഉണ്ടാവാത്തതിന് കാരണം ഇതാണ്, നമ്മൾ എപ്പോഴും സ്മോൾ ഡോസിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോ ഓഫ് മിനിമം ഡോസ്, കാരണം അനാവശ്യമായിട്ടുള്ള അൺവാണ്ടഡ് അഗ്രവേഷൻ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഒഴിവാക്കാനും അത് മെജിലാണ്. അല്ലെങ്കിൽ പൊട്ടൻറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് വഴിയാണ് നമ്മൾ ഹോമിയോപ്പതിക് മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്താണ് ഹോമിയോപ്പതിക് ഡൈനമൈസേഷൻ?
അതിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പിന്നെ ശേഷം എന്ന് പറഞ്ഞാൽ പ്ലാന്റ് സോഴ്സ് ഉണ്ട്. അതിൽ നിന്നൊക്കെയാണ് നമ്മളിന് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ല. ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ നാട്രമോഡ് എന്ന് പറഞ്ഞൊരു മെഡിസിൻ ഉണ്ട്, അല്ലെങ്കിൽ ആഴ്സനിക്കം ആൽബം എന്ന് പറഞ്ഞ ഇതുണ്ട് അല്ലെ. ഇപ്പൊ സാധാരണ നമ്മൾ ആഴ്സനിക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ ഉപ്പോ അങ്ങനെ തന്നെ എടുത്ത് കഴിച്ചാൽ നമുക്ക് ഈ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ആഴ്സനിക് പോലുള്ള അല്ലെങ്കിൽ ലാക്കസിസ് എന്ന് പറഞ്ഞ സ്നേക്ക് ഒക്കെ ഉണ്ട്, ക്രോട്ടാലസ് ഒക്കെ, അതുപോലുള്ള സാധനങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മരുന്നായിട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ, പോയിസണസ് ആയിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കും അല്ലെ. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചില മെത്തേഡിലൂടെ ഹോമിയോപ്പതിക് മെഡിസിൻ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇതുപോലെ പോയിസണസ് എഫക്ട്സോ അല്ലെങ്കിൽ ഇനേർട്ട് ആയിട്ടുള്ള അതുപോലെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഇല്ലാത്ത ഒരു സാധനത്തിന് മെഡിസിനൽ എഫക്ട് ഉണ്ടാക്കിയെടുക്കും. അതാണ് ഡൈനമൈസേഷൻ അല്ലെങ്കിൽ പൊട്ടൻറ്റൈസേഷൻ. അപ്പൊ ഹോമിയോപ്പതി മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്നത് ഡൈനമൈസേഷൻ അല്ലെങ്കിൽ പൊട്ടൻറ്റൈസേഷൻ വഴിയാണ്. അത് 2 ടൈപ്പ് ഉണ്ട് പൊട്ടൻറ്റൈസേഷന്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക, ട്രൈച്ചുറേഷൻ ആൻഡ് സക്കഷൻ. ട്രൈച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസോലുബിൾ ആയിട്ടുള്ള സോളിഡ് സബ്സ്റ്റൻസിനൊക്കെയാണ്. സക്കഷൻ എന്ന് പറഞ്ഞാൽ സോലുബിൾ സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ട്രൈച്ചുറേഷൻ ഇൻസോലുബിൾ സബ്സ്റ്റൻസിനും, സക്കഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് നമ്മൾ സോലുബിൾ ഡ്രഗ് സബ്സ്റ്റൻസ് പ്രിപ്പയർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒബ്ജക്ട്സ് ഓഫ് പൊട്ടൻറ്റൈസേഷൻ. അപ്പൊ നമ്മൾ എന്തിനാണ് പൊട്ടൻറ്റൈസേഷൻ ഡൈനമൈസേഷൻ ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മെഡിസിനൽ ആയിട്ടുള്ള അഗ്രവേഷൻ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാണ്ടിരിക്കാനും, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആഴ്സനിക്, ലാക്കസിസ്, ക്രോട്ടാൽസ് തുടങ്ങിയ പോയിസണസ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടാക്കിയെടുക്കാനും, പിന്നെ കോമൺ സോൾട്ട് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്, സൈലീഷ്യ പോലുള്ള ഇനേർട്ട് ആയിട്ടുള്ള സാധാരണ അവസ്ഥയിൽ ഇനേർട്ട് ആയിട്ടുള്ള സാധനങ്ങളെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള ഡ്രഗ്സ് ആക്കി മാറ്റിയെടുക്കാനും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പൊട്ടൻറ്റൈസേഷൻ അല്ലെങ്കിൽ ഡൈനമൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ മെഡിസിൻസിന്റെ ആക്ഷൻ കൂടുതൽ ഡീപ്പറും ലോങ് ലാസ്റ്റിങ്ങും ആയിത്തീരും. ഓക്കെ, അപ്പൊ അത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്ന് ശ്രദ്ധിക്കാം. ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് ഡൈനമൈസേഷൻ എന്ന് പറഞ്ഞ് ഹാനിമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹത്തിന്റെ ഓർഗൻ ഓഫ് മെഡിസിന്റെ 5th എഡിഷനിലാണ്. അത് പബ്ലിഷ് ചെയ്തത് 1833 ആണ്. ഓർഗൻ ഓഫ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പതിയുടെ ബൈബിളാണ്. അതായത് ഹോമിയോപ്പതിയുടെ എല്ലാ കാര്യങ്ങളും, ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ പറഞ്ഞ പോലെ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ്, എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്, എല്ലാ കാര്യങ്ങളും, ഈ ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, ഡ്രഗ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, ഡ്രഗ്സ് പ്രൂവ് ചെയ്യുന്നത്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഹോമിയോപ്പതിയുടെ ബൈബിളാണ് ഓർഗൻ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത്. അത് 6 എഡിഷൻസ് ആണുള്ളത്. ഓക്കെ, 6 എഡിഷൻസ് ആണ് ടോട്ടൽ ഉള്ളത്. അതിൽ 5ാമത്തെ എഡിഷനിലാണ് ഈ ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് ഡൈനമൈസേഷൻ. അത് 1833 പബ്ലിഷ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് ഡൈനമൈസേഷൻ ഹാനിമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓർഗൻ ഓഫ് മെഡിസിന്റെ 5th എഡിഷനിലാണ്. അത് പബ്ലിഷ് ചെയ്തത് 1833. ഓക്കെ, അപ്പോൾ ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് ഡൈനമൈസേഷൻ. അടുത്തത് ഏതായിരുന്നു? ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് പ്രൂവിംഗ്. അപ്പൊ 2 ഡോക്ട്രിൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അടുത്തത് ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് പ്രൂവിംഗ്. ഇതാണ് ഹാനിമാൻ ആദ്യമായിട്ട് ചെയ്തത്, സിങ്കോണ ബാർക്ക് എടുത്തിട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താണ് ഡ്രഗ് പ്രൂവിംഗ് എന്ന് പറഞ്ഞാൽ, ടു ഇൻവെസ്റ്റിഗേറ്റ് ദ പത്തോജനറ്റിക് പവർ ഓഫ് ദ ഡ്രഗ് അപ്പോൺ ഹെൽത്തി ഹ്യൂമൻ ബീങ്സ്. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഹെൽത്തി ഹ്യൂമൻ ബീങ്സിലാണ് നമ്മൾ ഒരു ഡ്രഗിന്റെ പത്തോജനറ്റിക് പവർ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതായത് നമ്മൾ പറയുന്നത്, ഒരു ഹെൽത്തി ഹ്യൂമൻ ബീങ്സിൽ ഒരു ഡ്രഗിന് ഡിസീസ് ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അതാണ് ഒരു അസുഖമായിട്ട് വരുന്ന ആളില് അത് ആ ഡിസീസ് ക്യൂർ ചെയ്യാനുള്ള പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെൽത്തി ഹ്യൂമൻ ബീങ്സിൽ നമ്മളൊരു ഡ്രഗിനെ ഡിസീസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ പത്തോജനറ്റിക് പവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അതാണ് നമ്മൾ ഈ ഡ്രഗ് പ്രൂവിങ് എന്ന പ്രോസസ്സ്. അത് നിങ്ങൾ പിന്നീട് വിശദമായിട്ട് ഞാൻ പഠിപ്പിക്കും, നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാനുണ്ട് എന്താ ഡ്രഗ് പ്രൂവിങ് എന്നൊക്കെ. അപ്പൊ നമ്മൾ ഹെൽത്തി ഹ്യൂമൻ ബീങ്സിലാണ് നമ്മുടെ മെഡിസിൻ പ്രൂവ് ചെയ്യേണ്ടത്, അത് ഓർത്ത് വെക്കുക. പിന്നെ ഡ്രഗ് പ്രൂവിങ് എപ്പോഴും ഈ ഹെൽത്തി ഹ്യൂമൻ ബീങ്സ് എന്ന് എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണ്, നമുക്ക് ആനിമൽസിൽ പ്രൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ അലോപ്പതിയുടെ പോലെയല്ല, നമ്മൾ പറഞ്ഞു, നമ്മളൊരാളുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല മാനസികമായിട്ടുള്ള കാര്യങ്ങളും, ഈ പറഞ്ഞ പോലെ ചുമ എപ്പോഴാ കൂടുന്നത് കുറയുന്നത്, അതുപോലെ എങ്ങനത്തെ വേദനയാണ്, അങ്ങനെയൊക്കെ പറയണമെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റണം അല്ലെ. അപ്പൊ അനിമൽസിന് അതൊരിക്കലും പറ്റത്തില്ല. ഓക്കെ, അതായത് അനിമൽസ് ഡോണ്ട് ഗീവ് സബ്ജക്റ്റീവ് ഓർ മെന്റൽ സിംറ്റംസ്, അതൊരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ ഇഫക്ട്സ് ഓഫ് സെയിം ഡ്രഗ് അപ്പോൺ ഹ്യൂമൻ ആൻഡ് അനിമൽസ് ഈസ് ഡിഫറെന്റ് അല്ലെ. അതായത് നമുക്ക് ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ ഇപ്പൊ വെറ്റിനറി ഹോമിയോപ്പതി ഒക്കെ ഉണ്ട് കേട്ടോ, നമ്മൾ ആനിമൽസിലും അഗ്രോ ഹോമിയോപ്പതി ഉണ്ട്, പ്ലാന്റ്സിലും ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ബേസിക്കലി നമ്മൾ ഹെൽത്തി ഹ്യൂമൻ ബീങ്സിൽ തന്നെയാണ് പ്രൂവ് ചെയ്തത്. കാരണം അനിമൽസിൽ മെഡിസിൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സിംറ്റംസും മനുഷ്യന്മാരിൽ കൊടുക്കുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് ഒരു കാരണമാണ്. പിന്നെ അതുപോലെ തന്നെ അനിമൽ പ്രൂവിങ്ങിൽ നേരത്തെ പറഞ്ഞ പോലെ മൊഡാലിറ്റീസ് കിട്ടില്ല. ഓക്കെ,
അപ്പൊ ആനിമൽ പ്രൂവിങ്ങിലൂടെ നമുക്ക് മൊഡാലിറ്റീസ് കിട്ടില്ല. മൊഡാലിറ്റീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് കൂടുന്നത് കുറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ മെന്റൽ സബ്ജക്റ്റീവ് സിംറ്റംസ് കിട്ടില്ല. അതുപോലെ എഫക്ട് ഓൺ ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ് വിൽ ബി ഡിഫറെന്റ്. അപ്പൊ ഈ 3 കാരണങ്ങൾ കൊണ്ട് നമ്മൾ എപ്പോഴും പറയും ഹോമിയോപ്പതിക് മെഡിസിൻസ് പ്രൂവ് ചെയ്യേണ്ടത് ഹെൽത്തി ഹ്യൂമൻ ബീങ്സിനാണ്. ഓക്കെ, ഇനി തിയറീസ് ആണ്. ആദ്യത്തെ തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സ്, പിന്നെ തിയറി ഓഫ് ക്രോണിക് ഡിസീസുകൾ. ഓക്കെ, അപ്പോൾ തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സ്, അപ്പോൾ മറ്റുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അലോപ്പതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വൈറ്റൽ ഫോഴ്സ് അതായത് ഒരു സ്പിരിച്വൽ കൺസെപ്റ്റ് ആണല്ലോ നമ്മുടെ ഹോമിയോപ്പതിയിൽ. അതായത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ശരീരം ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സിസ്റ്റംസും എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത് നമ്മളൊരു വൈറ്റൽ ഫോഴ്സ് കാരനാണ്. ആ വൈറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല, അതാണ് സ്പിരിച്വൽ കൺസെപ്റ്റ് ആണെന്ന് പറയുന്നത്. നമുക്ക് കാണാൻ പറ്റാത്ത ഒരു ശക്തി ഉണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ ഈ ബോഡി എല്ലാം ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നത്. അപ്പൊ ഈ വൈറ്റൽ ഫോഴ്സിന്, ഈ സ്പിരിച്വൽ ആയിട്ടുള്ള വൈറ്റൽ ഫോഴ്സിന് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ ആ വൈറ്റൽ ഫോഴ്സിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഡിസിൻസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വൈറ്റൽ ഫോഴ്സ് ഇല്ലെങ്കിൽ നമ്മുടെ ബോഡി ഡെത്തായി മാറും. അതായത് വൈറ്റൽ ഫോഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി എക്സിസ്റ്റ് ചെയ്യുന്നു. അതാണ് ചുരുക്കി പറഞ്ഞാൽ തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് വൈറ്റൽ ഫോഴ്സ് ഈസ് എ ട്രൈ യൂണിയൻ ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. ഓക്കെ, അപ്പൊ ഈ തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സ് ഹാനിമൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ 5th എഡിഷനിൽ തന്നെയാണ്, ഓർഗൻ ഓഫ് മെഡിസിന്റെ 5th എഡിഷനിൽ ഇൻ ദ ഇയർ 1833. ഓക്കെ, അപ്പോൾ തിയറി ഓഫ് ഡ്രഗ് ഡൈനമൈസേഷനും തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സും ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് ഡൈനമൈസേഷനും തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സും ഹാനിമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓർഗൻ ഓഫ് മെഡിസിൻ 5th എഡിഷൻ ഇൻ ദ ഇയർ 1833. ഓക്കെ, ഇനി 6th എഡിഷനിൽ ഹാനിമാൻ ഈ വൈറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ടേം ചേഞ്ച് ചെയ്തിട്ട് വൈറ്റൽ എനർജി, അതായത് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഫിസിക്സിലൊക്കെ ഫോഴ്സ് എന്ന് പറഞ്ഞ ടേം ഉണ്ട്, അപ്പൊ പലർക്കും അതൊരു കൺഫ്യൂഷൻ ഇടവരുത്തി. അപ്പൊ അദ്ദേഹം ആ ടേം ചേഞ്ച് ചെയ്തിട്ട് വൈറ്റൽ എനർജി, വൈറ്റൽ പ്രിൻസിപ്പിൾ, ലൈഫ് പ്രിൻസിപ്പിൾ എന്നൊക്കെ ആക്കി മാറ്റി. അത് ചിലപ്പോൾ ചോദിച്ചേക്കാം. 6th എഡിഷനിൽ ഹാനിമാൻ വൈറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞ ടേമിനെ ചേഞ്ച് ചെയ്ത് വൈറ്റൽ എനർജി, വൈറ്റൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലൈഫ് പ്രിൻസിപ്പിൾ എന്നാക്കി മാറ്റി. ഓക്കെ, അടുത്തത് തിയറി ഓഫ് ക്രോണിക് ഡിസീസ്. അപ്പൊ ലാസ്റ്റ് വൺ 7th കാർഡിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് തിയറി ഓഫ് ക്രോണിക് ഡിസീസ് ആണ്. അപ്പൊ ഹാനിമാന്റെ ആ ടൈമിൽ അക്യൂട്ട് ഡിസീസ്, ക്രോണിക് ഡിസീസ് ഒക്കെ നമ്മൾ പഠിക്കും, ഡിസീസിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പൊ അക്യൂട്ട് ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്നത് അത് ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും, പെട്ടെന്ന് തന്നെ വരും, കുറച്ചു കാലം നിലനിൽക്കുള്ളൂ. നമ്മളൊരു മെഡിസിനൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ മാറിപ്പോകും. നമ്മൾ ഈ സാധാരണ വല്ല ചുമയോ പനിയോ വൈറൽ ഫീവർ ഒക്കെ ആയിട്ടുണ്ടാവുന്നത്, അതിനൊക്കെ മീസിൽസ്, ചിക്കൻ ബോക്സ് പോലുള്ള ചെറിയ ചെറിയ അസുഖങ്ങൾ, അതിനൊക്കെ നമ്മൾ അക്യൂട്ട് ഡിസീസ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന അക്യൂട്ട് ഡിസീസ് ഒക്കെ എന്താ, നമ്മൾ ഹോമിയോ മെഡിസിൻ കൊടുക്കും, നന്നായി റെസ്പോണ്ട് ചെയ്യും, മാറിപ്പോകുന്നതായിട്ട് കണ്ടു. പക്ഷേ ക്രോണിക് ഡിസീസുകൾ, അതായത് കുറേ കാലം കൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന ഡിസീസുകൾ, ഇപ്പൊ കിഡ്നി ഡിസീസോ ഡയബറ്റീസോ ക്യാൻസറോ പോലുള്ള വലിയ വലിയ അസുഖങ്ങൾ, ക്രോണിക് ഡിസീസ്, അതായത് അത് പതുക്കെ 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 ഡെവലപ്പ് ചെയ്ത് പിന്നെ വലിയ അസുഖങ്ങളായിട്ട് മാറും. അപ്പൊ അങ്ങനെയുള്ള മെഡിസിൻസ്, ഹോമിയോപ്പതി മെഡിസിൻ കൊടുക്കുമ്പോൾ എന്താ, കുറച്ച് കാലത്തേക്ക് മാറിയാലും പിന്നെയും അത് വീണ്ടും വരുന്നതായിട്ട് കണ്ടെത്തി. അപ്പൊ അങ്ങനെ അദ്ദേഹം കണ്ടുപിടിച്ചതാണ്, കുറെ കാലത്തെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തിയിട്ടാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഈ ക്രോണിക് ഡിസീസുകൾക്ക് കാരണം ആയിട്ട് ഉണ്ടാവുന്നതാണ് ക്രോണിക് മയാസം. അതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ ക്രോണിക് ഡിസീസിന് കാരണം ക്രോണിക് മയാസമാണെന്ന് കണ്ടെത്തി. ക്രോണിക് മയാസം അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത് 3 ആയിട്ടാണ്: സോറ, സിഫിലിസ്, സൈക്കോസിസ്. അപ്പൊ സോറ, സിഫിലിസ്, സൈക്കോസിസ് എന്നീ 3 മയാസം കാരണമാണ് ക്രോണിക് ഡിസീസ് ഉണ്ടാവുന്നത് എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പൊ തിയറി ഓഫ് ക്രോണിക് ഡിസീസ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓർഗൻ ഓഫ് മെഡിസിന്റെ 4th എഡിഷനിലാണ്. അപ്പോൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 4th എഡിഷനിൽ തിയറി ഓഫ് ക്രോണിക് ഡിസീസ് ആണ്. പിന്നെ ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് ഡൈനമൈസേഷനും തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സും 5th എഡിഷനാണ്. അപ്പോൾ 4th എഡിഷൻ പബ്ലിഷ് ചെയ്ത ഇയർ 1829 ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ക്രോണിക് ഡിസീസ് പറഞ്ഞാൽ ഹാനിമാൻ പറയുന്നത് ഒരു ക്രോണിക് മയാസം കാരണമാണ്. സോറ, സിഫിലിസ്, സൈക്കോസിസ് എന്ന ക്രോണിക് മയാസം കാരണം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിന്റെ ഇൻഫ്ലുവൻസിൽ വൈറ്റൽ ഫോഴ്സിന് ഒരു ഇതുണ്ടാവുമ്പോഴാണ് ക്രോണിക് ഡിസീസ് ഉണ്ടാവുന്നത്. അപ്പോൾ ക്രോണിക് ഡിസീസ് ഉണ്ടാവുമ്പോൾ ഒരു സീരീസ് ഓഫ് സിംറ്റംസ് അല്ലെങ്കിൽ സിംറ്റം കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ക്രോണിക് ഡിസീസിനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വിശദമായിട്ട് കേസൊക്കെ എടുത്തിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ലെങ്കിൽ ഈ ആന്റി മയാസ്മാറ്റിക് മെഡിസിൻ കൊടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. തിയറി ഓഫ് ക്രോണിക് ഡിസീസ് ജസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി.
ക്രോണിക് ഡിസീസുകൾക്ക് കാരണം ഈ സോറ, സിഫിലിസ്, സൈക്കോസിസ് എന്ന് പറഞ്ഞ മയാസങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഇൻഫ്ലുവൻസിൽ നമ്മൾ വൈറ്റൽ ഫോഴ്സ് ഡിറേഞ്ച്ഡ് ആകുമ്പോഴാണ് കുറെ സിംറ്റംസ് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പൊ തിയറി ഓഫ് ക്രോണിക് ഡിസീസ് ഹാനിമൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 4th edition ഓഫ് ഓർഗൻ ഓഫ് മെഡിസിൻ ഇൻ ദ ഇയർ 1829. അത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കാർഡിനൽ പ്രിൻസിപ്പിൾസ്. അപ്പൊ 7 പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞു. ഓർക്ക് 7 പ്രിൻസിപ്പിൾസ് ഏതാണെന്ന് കൃത്യമായിട്ട് നോക്കി വെക്കുക. ഇതിൽ ഉൾപ്പെടാത്ത ഏത് മേ ബി അങ്ങനെ ചോദിക്കാം, കാർഡിനൽ പ്രിൻസിപ്പിൾസ് അല്ലാത്ത ഏതെന്ന്. അപ്പോൾ ലോ ഓഫ് സിമിലിയ, ലോ ഓഫ് സിംപ്ലക്സ്, ലോ ഓഫ് മിനിമം ഡോസ്, ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് ഡൈനമൈസേഷൻ, ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് പ്രൂവിംഗ്, തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സ് ആൻഡ് തിയറി ഓഫ് ക്രോണിക് ഡിസീസസ്. അപ്പോൾ ലോ ഓഫ് സിമിലിയ, സിമിലിയ സിമിലിബസ് ക്യൂറൻഡർ, ലാറ്റിൻ വേർഡ് ആണ്. ലെറ്റ് ലൈക്ക് ബി ട്രീറ്റഡ് ബൈ ലൈക്സ് എന്ന് പറയും. പിന്നെ ലോ സിംപ്ലക്സ് എന്ന് പറയുന്നത് സിംഗിൾ റെമഡി അറ്റ് എ ടൈം, ഒരു സമയം ഒരു റെമഡിയെ കൊടുക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഒറ്റ മെഡിസിൻ ആയിട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. പിന്നെ ഒന്നിലധികം റെമഡി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഏത് കാരണമാണ് ഡിസീസ് ക്യൂർ ആയെന്നുള്ള ഒരു സംശയം നമുക്ക് വരും. അതുകൊണ്ട് ലോ സിംപ്ലക്സ് ഓർ സിംഗിൾ റെമഡി അറ്റ് എ ടൈം. ഓക്കെ, പിന്നെ ലോ ഓഫ് മിനിമം ഡോസ്, സൈഡ് ഇഫക്ട്സ് ഒഴിവാക്കാനും ഓർഗൻ ഡാമേജ് ഇല്ലാതിരിക്കാനും. പിന്നെ ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് ഡൈനമൈസേഷൻ. ഡൈനമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ്. അത് 2 രീതിയുണ്ട്, ട്രൈച്ചുറേഷനും സക്കഷനും. ട്രൈച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻസോലുബിൾ സബ്സ്റ്റൻസസ് ആൻഡ് സക്കഷൻ ഈസ് ഫോർ സോലുബിൾ ഡ്രഗ് സബ്സ്റ്റൻസ്. ഓക്കെ, പിന്നെ ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് ഡൈനമൈസേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് 5th എഡിഷനിലാണ്. ഈ ഡോക്ട്രിൻ ഓഫ് ഡ്രഗ് പ്രൂവിംഗ്. ഡ്രഗ് പ്രൂവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡ്രഗിന്റെ പതോജനറ്റിക് പവർ കണ്ടുപിടിക്കാനാണ്. അത് ഹെൽത്തി ഹ്യൂമൻ ബീയിങ്സിനാണ് പ്രൂവ് ചെയ്യുന്നത്. കാരണം ആനിമൽസിന് നമ്മൾ മെന്റൽ സബ്ജക്റ്റീവ് സിംറ്റംസ് കിട്ടില്ല, മൊഡാലിറ്റീസ് ഒന്നും കിട്ടില്ല. പിന്നെ ഒരേ മെഡിസിൻ്റെ തന്നെ ഹ്യൂമൻസിലും ആനിമൽസിലുള്ള ആക്ഷൻ ഡിഫറെൻ്റ് ആണ്. പിന്നെ തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സ്. വൈറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ഫോഴ്സ് ആണ്. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അതാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ എല്ലാ ഓർഗാനിസത്തിനെ, ഹ്യൂമൻ ബീയിങ്സിനെ ആണെങ്കിൽ എന്ത് ലിവിങ് ഓർഗാനിസത്തിനാണെങ്കിലും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ വൈറ്റൽ ഫോഴ്സ് ആണ്. വൈറ്റൽ ഫോഴ്സിന് ഡിറേഞ്ച്മെന്റ് ഉണ്ടാകുമ്പോഴാണ് ഡിസീസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വൈറ്റൽ ഫോഴ്സ് എന്നുള്ള ടേം കൺഫ്യൂസിങ് ആയ കാരണം അദ്ദേഹം 6th എഡിഷനിൽ വൈറ്റൽ എനർജി അല്ലെങ്കിൽ വൈറ്റൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ലൈഫ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു. ഈ തിയറി ഓഫ് വൈറ്റൽ ഫോഴ്സ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 5th എഡിഷനിൽ തന്നെയാണ് ഓർഗൻ ഓഫ് മെഡിസിനിൽ. ഇയർ ഓർത്ത് വയ്ക്കുക 1833. പിന്നെ ലാസ്റ്റ് വൺ തിയറി ഓഫ് ക്രോണിക് ഡിസീസ്. പക്ഷെ ലാസ്റ്റ് പ്രിൻസിപ്പിൾ ആണെങ്കിലും അതാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 4th എഡിഷനിൽ. ഓക്കെ, അപ്പോൾ തിയറി ഓഫ് ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ ക്രോണിക് ഡിസീസ് അക്യൂട്ട് ഡിസീസ് പോലെ പെട്ടെന്ന് ക്യൂറബിൾ അല്ല. അപ്പോൾ ക്രോണിക് ഡിസീസിന് കാരണം ക്രോണിക് മയാസംസ് ആണ്, സോറ, സിഫിലിസ്, സൈക്കോസിസ്. ഓക്കെ.